ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഐക്കെന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് പോകുന്നത്. കുവൈറ്റിൽ അവന്യൂസ് എന്ന് പറഞ്ഞൊരു മോളുണ്ട് കേട്ടോ. അതിലുള്ളൊരു ഷോപ്പാണ് ഐക്കെ. ഇവിടെ സമ്മർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് പോയി വാങ്ങാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഓഫറൊക്കെ ഉള്ളപ്പോഴാണ് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നല്ല പൈസ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം നോക്കുകയാണ് കേട്ടോ, എന്തൊക്കെയാണ്, എത്രയൊക്കെയാണ് പൈസ, ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് പോട്ട്സൊക്കെ അവിടെ കണ്ടായിരുന്നു. റിയൽ ആയിട്ടുള്ളതും കണ്ടായിരുന്നു, അതുപോലെ കുറേ പ്ലാസ്റ്റിക്കാണ് കണ്ടത്. നമ്മൾ റിയലായിട്ട് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെയാണ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷെ നല്ല പൈസ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് ശരിക്കും ഇരിക്കണ പോലെ തോന്നിയായിരുന്നു. പക്ഷെ അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, വരമ്പത്തും അതുപോലെ ഇതൊക്കെയൊക്കെ വെക്കാറുണ്ട് പണ്ട് മതിലിന് പകരമായിട്ട്. എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ വെട്ടി കളഞ്ഞു. ഇപ്പോൾ മതിൽ പണിതു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പോട്ട്സും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല. പ്ലാസ്റ്റിക്കൊന്നും വാങ്ങി വെക്കണത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാങ്ങി എടുത്തില്ല. അതുപോലെ കുറച്ച് ഹാങ്ങേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ വാങ്ങി. അതേപോലെ ഈ ഒരു ബ്ലാങ്കറ്റ് കണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ സെയിം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്ലാക്കും വൈറ്റും. അതുപോലെ ഈ പിങ്ക് പ്ലാന്റ് കണ്ടോ, അതിൻ്റെ പേര് തിരുഹൃദയം എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ നാട്ടിലൊക്കെ. ഇതൊക്കെ നമ്മുടെ പാടത്തുണ്ടാകുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് പോലെ നമുക്ക് കാണുമ്പോൾ എന്താണ്ട് പോലെ. അങ്ങനെ കുറേയൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി, കുറച്ചൊക്കെ വാങ്ങിയില്ല. അങ്ങനെ സൂടപ്പോഴേക്കും ടയേർഡായി. ഇതേ നമ്മൾ അവളെടുക്കാനൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോപ്കോണൊക്കെ വാങ്ങി, ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നൈറ്റായി. നമ്മൾ ഉച്ച കഴിഞ്ഞ് ഈവനിങ് ആവാറായപ്പോഴാണ് വന്നത് കേട്ടോ. നല്ല വെയിലത്താണ് വന്നത്. പക്ഷേ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായി, നൈറ്റായി. 8 മണി 8:30 ആയിട്ട് നമ്മൾ സാധനങ്ങൾ കണ്ട് നടന്നു പോകുമ്പോൾ സമയം പോകണതേ അറിയില്ല. ഇതാണ് അവന്യൂസിൻ്റെ ഒരു വ്യൂ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്, ലൈറ്റിൽ നല്ല ഭംഗിയാണ് സംഭവം കേട്ടോ. അങ്ങനെ നമ്മളത് വീട്ടിലൊക്കെ എത്തി. ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് രൂപം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ രൂപം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വേണമായിരുന്നു. അതും വൈറ്റ് കളറായിരുന്നു നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ബാക്കിൽ കളറുന്ന ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ നോക്കിയിട്ട് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ റെഡ് കണ്ടായിരുന്നു, പിന്നെ ഒരു ബീച്ച് കളർ കണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് നമുക്ക് ഇതൊരു നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഐക്കയിൽ പോകുന്നു വിചാരിച്ചു. കുവൈറ്റിലുള്ള ഐക്കയിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് വേണ്ട സാധനം കിട്ടി. അതിൻ്റെ ഒരു വൈറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് വാങ്ങിയത് വൈറ്റ് സ്റ്റാൻഡാണ് എന്നൊക്കെ വാങ്ങിയത്. പിന്നെ നമുക്ക് ചെറുത് ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് 2 വേണമായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഒരു ബ്ലാക്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത്. രൂപം വയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്നെ വാങ്ങുന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റാൻഡ് പോയി വാങ്ങിയത് കേട്ടോ ഇവിടെ. അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിയതാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടോ. പിന്നെ വാങ്ങിയത് മനസ്സിലായല്ലോ അല്ലേ, ക്ലോസറ്റ്. കുക്കർ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലോസറ്റൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് കേട്ടോ. അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയത് ഹാങ്കേഴ്സ്. എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഹാങ്കേഴ്സ് വാങ്ങിയായിരുന്നു. ബില്ലുണ്ട് കേട്ടോ. ഹാങ്കേഴ്സ് വാങ്ങിയായിരുന്നു. അങ്ങനെ ഹാങ്കർ വാങ്ങി. പിന്നെ വാങ്ങിയത് ഇത് വൈറ്റ് ലില്ലി എന്നാണ് തോന്നുന്നു പേര് കേട്ടോ. അത് വാങ്ങി. ഇത് ഫുള്ള് ബില്ലല്ല കേട്ടോ, ഇത് 2 സെപ്പറേറ്റാണ്. നമ്മൾ ഇങ്ങനൊരു ഇതാണ് വാങ്ങിയത്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനൊരു വൈറ്റ് ലില്ലി വാങ്ങിയായിരുന്നു. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്, വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മളൊരു പോട്ട് വാങ്ങിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അവിടെ, അതാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പാപ്പരയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മളവിടേക്ക് പോയി. അപ്പോൾ ഇത് പിന്നെ വാങ്ങിയായിരുന്നു കേട്ടോ പോട്ട്. ഇത് വെച്ച് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് വെച്ചേക്കാണ്. പിന്നെ വാങ്ങിയത് ഇത് അയക്കുന്നല്ല കേട്ടോ, ഇത് വേറൊരു ഷോപ്പിൽ നിന്നാണ്, സൂക്കി വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമായി. നമുക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ട്. കാരണം നമുക്ക് വളകളിടാം, കപ്സ് ഇടാം, അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വയ്ക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞ മേടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് ഹോട്ട് പാഡാണ് കേട്ടോ. നമുക്ക് ചൂടുള്ള സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് 2 സാധനമാണ് കേട്ടോ. ഇത് വിഷറിയായിട്ട് ഉപയോഗിക്കും, നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനും ഇതിനും സെയിം എമൗണ്ടാണ് വരുന്നത്. ഫിൽസ് 250 ഫിൽസ് കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം ഞാൻ വാങ്ങിയായിരുന്നു. ഒരെണ്ണം ഓൾറെഡി അവിടെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, പക്ഷേ ഞാൻ ഇതൊരെണ്ണം കൂടി വാങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ, ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് എന്തെങ്കിലും വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. വിലയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് ഇങ്ങനത്തെ കുറേ പ്ലേറ്റ്സുകൾ, അതുപോലെ കപ്സ്, ഗ്ലാസ്, അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ
ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫറിനായിരുന്നു കേട്ടോ. ഇതിലൊക്കെ ഉണ്ട് 1 2 3 4 5 6 6 ഉണ്ട് കേട്ടോ. അപ്പോൾ 6 എണ്ണത്തിന് 750 സംതിങ് ആണ്. അപ്പോൾ നമ്മളിത് വാങ്ങിയായിരുന്നു. ഇവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തണുത്ത് ഇടുമ്പോൾ കുഴപ്പമില്ലല്ലോ പ്ലാസ്റ്റിക്. അപ്പോൾ അങ്ങനെ നമ്മളിത് കഴിച്ചായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചത് ഈ ബിസ്ക്കറ്റ് കുക്കീസ് മേടിച്ചായിരുന്നു കേട്ടോ. ഇത് ബിസ്ക്കറ്റ്സ് വിത്ത് ആൽമണ്ട്സ് ആണ്. അങ്ങനെ ഇവിടെ ബിസ്ക്കറ്റ് നമ്മളധികം കഴിക്കാത്ത ആൾക്കാരാണ്. സുഡ് ഓൾസോ അങ്ങനെ കഴിക്കുന്നില്ല. എന്നിരുന്നാലും ഇത് കണ്ടപ്പോൾ പറഞ്ഞാൽ ചേട്ടൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് ചപ്പാത്തി മറിച്ചതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഡയറ്റിലായി കാരണം ചപ്പാത്തി ആണ് കഴിക്കുന്നത്. ചപ്പാത്തി മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത് കേട്ടോ. അയക്കൽ പോയി കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഡിനോട് ടോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ വലിയ കരച്ചിലായിരുന്നു ടോയ്സ് എന്തെങ്കിലും മേടിച്ച് തരുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ കുറേ ഇങ്ങനത്തെ ടോയ്സ് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. അപ്പോൾ സുഡിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ഇത് ഇന്നലെ. പിന്നെ നമ്മൾ മേടിച്ചത് ഇതൊരു സംഭവം കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ വേസ്റ്റ് കവറിലിട്ടിട്ട് കളയുക ചെയ്യുക. അവിടെ വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ട് അവർ നമ്മൾ കൊണ്ടിടുക ചെയ്യുക. നമുക്കിത് കിച്ചണിൽ സെറ്റ് ചെയ്തിട്ട് ഇത് കവേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യാം. വെച്ചിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ ഞാനൊരു കവറിൽ തന്നെ കുറേ കവറിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുമേ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഓരോന്ന് വലിച്ചെടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടി മേടിച്ചാണ് കേട്ടോ. അത് കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് കുറച്ച് മാറ്റിലാണ്, ചവിട്ടിലാണ്. നമുക്ക് റൂമിൽ അച്ചായനെ എപ്പോഴും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാല് താഴത്ത് കുത്തുമ്പോൾ നല്ല തണവായിരിക്കും. അതെന്താ അങ്ങനെ എനിക്കറിയില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അച്ചായന് പ്രത്യേക തണവാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനൊരു ഒരു മാറ്റ് മേടിച്ചാണ്. നാട്ടിലാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അച്ചായനുള്ളപ്പോൾ. പിന്നെ മേടിച്ചത് 2 ഗ്രേ കളറും ഗ്രേയും കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഗ്രേ തന്നെ വാങ്ങിയത്. നമ്മുടെ വീട്ടിലും ഇവിടെ കിടക്കുന്ന ഗ്രേ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ബാത്റൂമിൻ്റെ അവിടേക്കും അതുപോലെ കിച്ചൻ്റെ ഫ്രണ്ടിലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച 2 ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റ് മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചത് ഇതും ഗ്രേ ആണ്. ഒരു ചെറിയ ട്രേ ആണ്. നമ്മുടെ വീട്ടിലെ ട്രേ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രേ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ എപ്പോഴും ആരൊന്നും വരില്ല. ഏതെങ്കിലും വരികയാണെങ്കിൽ തന്നെ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടേക്ക് വിളിച്ച് പറഞ്ഞിട്ടേക്ക് വരണം ആരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ട്രേ ഞാൻ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ. പിന്നെ വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. ചെറിയ ഇതാണ് കേട്ടോ. കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും പോയിട്ട് നല്ല ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാലും ഞാൻ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ ഉണ്ടാവുമല്ലോ അതുമേ കൂടെ ഒന്ന് തൊട്ടിട്ട് പൊക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ.